വാറിൽ ഉക്രൈൻ തോറ്റുവെന്ന് ഡിക്ലറേഷൻ വരികയാണ്. അതിൻ്റെ പ്രത്യാഘാതം എന്താണ്? വ്ളാദിമിർ സ്ലെവൻസ്കി അയാൾ രാജിവെക്കണം. പിന്നെ ഭയങ്കര ഇഷ്യൂയാണ്. കാരണം ഒരു വാർ തോറ്റു കഴിഞ്ഞാൽ അതിനെ നയിക്കുന്ന അവിടുത്തെ രാജ്യത്തിൻ്റെ തലവൻ, അതായത് ജോക്കർ കാണിച്ച ഓരോ വൃത്തികേടിനും വലിയ പ്രതിഫലം കൊടുക്കുകയാണ്. സംഭവം പിന്നെ കയ്യിലേ അല്ല. ഇപ്പം ഞാൻ അറിഞ്ഞിടത്തോളം വളരെ കീനായിട്ട് ഞാൻ 2-3 അറിഞ്ഞു. ഉക്രൈൻ പ്രസിഡന്റ് 4-5 പ്രാവശ്യം ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റിനോട് സംസാരിക്കട്ടെ, ഇതിനൊരു പെട്ടെന്ന് പരിഹാരം വേണം. 2 പ്രാവശ്യമാണ് ഉക്രൈൻ ഓഫീഷ്യൽസും അവിടുത്തെ പ്രസിഡന്റും ഇന്ത്യൻ എംബസി, ഇന്ത്യൻ അംബാസഡറെ കീവിൽ പോയി കണ്ടത്. പെട്ടെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് സംസാരിക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രി റെസ്പോണ്ട് ചെയ്തില്ല. കാരണം ഇയാൾ പല ആവർത്തിയിലും നേരത്തെ അവസാനം എല്ലാ രാജ്യങ്ങളും നിർബന്ധിച്ചിട്ടാണ് ഇന്ത്യ ഉക്രൈനിൽ പോകുന്നത്. വാറിനെ പറ്റി പറഞ്ഞു, ഇന്ത്യക്ക് വാറിനോട് താല്പര്യമില്ല, വാറിൻ്റെ സമയമല്ല. അതിനു മുമ്പ് ഇയാൾ പല ഇഷ്യൂവിൽ ഇൻ്റർനാഷണൽ ഫോറത്തിൽ പാകിസ്ഥാനും ചൈനയ്ക്കും അനുകൂലമായിട്ട് ഇന്ത്യക്ക് എതിർത്തവനാണ് സ്ലെവൻസ്കി. ഓരോ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഞാൻ ഉക്രൈൻ്റെ കൂടെ, ഞാൻ റഷ്യയുടെ കൂടെ അല്ല. കാര്യം റഷ്യ അവിടെ ഇൻവേഡ് ചെയ്തു. പക്ഷെ ഇയാൾ പിന്നെ കാണിച്ച മുഴുവനും തലതിരിഞ്ഞ പരിപാടി, പക്ക സ്റ്റേജ് ജോക്കറായി മാറി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാറെന്ന് പറയുന്ന ചെറിയ ഇഷ്യൂ അല്ല.